നമസ്കാരം. മോദി റഷ്യയുമായുള്ള വ്യാപാരം നിർത്തിവെച്ചില്ല എങ്കിൽ താരിഫ് ഉയർത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറല്ലായിരുന്നു. ലോകരാഷ്ട്രങ്ങളിലെ പല നേതാക്കന്മാരും ട്രംപിന്റെ ആജ്ഞാനുവർത്തികളായി കൈകെട്ടി നിന്നപ്പോഴും മോദി ഭയപ്പെടുത്തി പിന്മാറ്റാം എന്ന് കരുതുന്നത് വെറുതെയാണെന്ന ഉറച്ച നിലപാട് തന്നെയാണ് കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാടിനും സ്ഥാനത്തിനും ഒരു പടി മുൻതൂക്കം ലഭിച്ചത്. ഭയപ്പെടുത്തുമ്പോൾ പിന്തിരിഞ്ഞോടാൻ മോദി ഭീരുവല്ല. എന്നാൽ രാജ്യത്തിന്റെ ഉന്നമനത്തിനും തന്റെ പ്രജകളുടെ ഉന്നമനത്തിനും വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനും അതിനുവേണ്ട അനുസൃതമായ രീതിയിൽ തീരുമാനങ്ങളെ മാറ്റാനും തയ്യാറാണ് എന്ന് മോദി ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ കുറവ് വരുത്തിക്കൊണ്ട് അമേരിക്കയെ പിണക്കാതെയും എന്നാൽ റഷ്യയെ തള്ളിക്കളയാതെയും മോദി ഒരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. അതിനു പിന്നാലെ റഷ്യൻ എണ്ണയ്ക്ക് ബദൽ തേടി ഇന്ത്യൻ കമ്പനികൾ ചെന്നെത്തിയത് 18,000 കിലോമീറ്റർ അകലെയുള്ളൊരു രാജ്യത്താണ്. കരാർ ഒപ്പുവെച്ചതോടെ അവിടെ നിന്ന് 2 വമ്പൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിൽ ലക്ഷ്യമാക്കി കഴിഞ്ഞയാഴ്ച തന്നെ യാത്ര തുടങ്ങി കഴിഞ്ഞു. ഇന്ത്യയിലെത്തുമ്പോൾ ജനുവരിയാകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 റഷ്യൻ എണ്ണ കയറ്റുമതി കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ ബദൽ സ്രോതസ്സുകൾ അന്വേഷിച്ചു തുടങ്ങിയത്. ഒട്ടുമിക്ക ഇന്ത്യൻ കമ്പനികളും പരമ്പരാഗത സ്രോതസ്സുകളായ സൗദി അറേബ്യ, UAE, ഇറാഖ്, കുവൈറ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, US എന്നിവയാണ് വീണ്ടും സമീപിച്ചത്. ഇതിനു പുറമെ മറ്റു രാജ്യങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുകയായിരുന്നു. അതിലൊന്നാണ് 17,700 കിലോമീറ്റർ അകലെയുള്ള ദക്ഷിണാമേരിക്കൻ രാജ്യമായ ഗയാന. ഇപ്പോഴിതാ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഗയാനയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങും. 20 ലക്ഷം ബാരൽ വീതം ഗയാനീസ് എണ്ണയുമായി കൊബാൾട്ട് നോവ, ഒളിമ്പിക് ലയൺ എന്നീ സൂപ്പർ ടാങ്കറുകളാണ് ഇന്ത്യയിലേക്ക് തിരിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനു മുൻപ് 2021 ഇന്ത്യ ഗയാനയുടെ എണ്ണ വാങ്ങിയിരുന്നു. അന്നും 2 കപ്പലുകളാണ് എത്തിയത്. ഓരോന്നിലും 10 ലക്ഷം ബാരൽ വീതം എണ്ണയുണ്ടായിരുന്നു. എണ്ണ കമ്പനിയായ എക്സോൺ മൊബീലിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വാങ്ങിയ എണ്ണയാണ് ഒളിമ്പിക് ലയൺ വഹിക്കുന്നത്. ഇത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ പാരാദ്വീപ് തുറമുഖത്തെത്തും. പാരാദ്വീപിൽ ഇന്ത്യൻ ഓയിലിന് പ്ലാന്റ് ഉണ്ട്. കൊബാൾട്ട് നോവയുടെ യാത്ര മുംബൈ അല്ലെങ്കിൽ വിശാഖപട്ടണത്തേക്കായി. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഓർഡർ പ്രകാരമുള്ള എണ്ണയുമായാണ് ഈ കപ്പലെത്തുന്നത്. അതേസമയം ഇന്ത്യ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുത്തനെ വെട്ടിക്കുറയ്ക്കുമെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറിയും റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡറുമായിരുന്ന കൻവാൾ സിബൽ ഒരു മാധ്യമത്തോട് മുൻകൂട്ടി തന്നെ പറഞ്ഞു. ഇറക്കുമതി 50% ഇന്ത്യ കുറയ്ക്കും. ഇക്കാര്യം റഷ്യയ്ക്കും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ തന്നെ ഒട്ടുമിക്ക ഇന്ത്യൻ കമ്പനികളും റഷ്യൻ എണ്ണയോട് മുഖം തിരിച്ചു കഴിഞ്ഞു. ഡിസംബറിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി 2022 ശേഷമുള്ള ഏറ്റവും താഴ്ചയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത്. തുടർന്നാണ് ഇന്ത്യ ഡിസ്കൗണ്ട് വിലയിൽ കിട്ടിയ റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങി കൂട്ടിയതും 40% വരെ വിഹിതവുമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ സ്രോതസ്സായി റഷ്യ മാറിയതും. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ 50% കുറവ് ചെയ്തതിനെ ചൊല്ലി അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു രാജ്യനയത്തിലെ ദൗർബല്യമല്ല, മറിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ സൂക്ഷ്മമായ തന്ത്രപരമായ ശക്തിയാണെന്ന് തിരിച്ചറിയണം. ആഗോള ഉപരോധങ്ങളും ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങളും ഒരുമിച്ച് നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ താൽപര്യം സംരക്ഷിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും കഴിവുള്ള ശക്തമായ നേതൃപരമായ തീരുമാനം മാത്രമേ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതാണ് മോദി സർക്കാർ വീണ്ടും തെളിയിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ കടുപ്പിച്ചപ്പോൾ കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാക്കുന്നത് വഴി ഇന്ത്യ അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ ആശ്വാസം നൽകിയിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ ഊർജ്ജ വൈവിധ്യവൽക്കരണവും നയതന്ത്ര ബന്ധങ്ങളുടെ ബാലൻസിംഗും അനിവാര്യമായി മാറി. ഇതാണ് മോദി സർക്കാർ തിരിച്ചറിഞ്ഞതും അതിനനുസരിച്ച് മുൻകൂട്ടി നീക്കങ്ങൾ ആരംഭിച്ചത്. ഗയാന ഉൾപ്പെടെ പുതിയ ഊർജ്ജ മാർഗങ്ങൾ കണ്ടെത്തി ദീർഘകാല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ നീക്കം ഇന്ത്യയെ ഒരൊറ്റ സ്രോതസ്സിൽ ആശ്രയിക്കാതിരിക്കുന്നതിന് സഹായിക്കും. മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇതാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പക്ഷേ രാജ്യത്തിന്റെ താല്പര്യത്തിന് ഏറ്റവും അനുയോജ്യമായ വഴി തിരഞ്ഞെടുക്കുന്ന സ്വതന്ത്ര നിലപാടാണ്. അമേരിക്ക, റഷ്യ, യൂറോപ്പ് എന്നിവയുമായുള്ള ബന്ധങ്ങൾ തുല്യതയോടെ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്താതിരിക്കാനുള്ള സൂക്ഷ്മമായ കണക്കുകൂട്ടലാണ് ഇത്തരം തീരുമാനങ്ങളുടെ പേര്. എണ്ണ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പോലും 7% വളർച്ച കൈവരിക്കുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയർന്നു നിൽക്കുന്നത് മോദി സർക്കാരിന്റെ ദൃഢ നേതൃത്വം കൊണ്ടാണ്. ആഗോള സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ നീങ്ങുന്ന ഇന്ത്യയുടെ ഈ പുതിയ ഊർജ്ജ നീക്കം രാജ്യത്തെ സ്വയം പര്യാപ്തതയുടെയും ശക്തമായ നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് കൂടുതൽ കരുത്തോടെ നയിക്കുമെന്ന് ഉറപ്പാണ്.